ഹലോ, എല്ലാവർക്കും നമസ്കാരം കേട്ടോ. വളരെ കുറച്ച് ലോങ് വീഡിയോ ഇടുന്ന ഒരാളാണ് ഞാൻ. എനിക്ക് എന്തെങ്കിലും സ്പെഷ്യലായിട്ട് തോന്നുന്നു, അല്ലെങ്കിൽ നിങ്ങളിലേക്ക് എന്തെങ്കിലും എത്തിക്കണമെന്ന് തോന്നുന്ന വീഡിയോസാണ് ഞാൻ കൂടുതൽ അപ്ലോഡ് ചെയ്യുന്നത്. ചില വീഡിയോസ് ഇങ്ങനെ എടുത്ത് വെച്ചിട്ട് അപ്ലോഡ് ചെയ്യാൻ പറ്റാത്ത അവസ്ഥകളും വന്നിട്ടുണ്ട്. ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറഞ്ഞാൽ ഞാൻ ഓൺ വോയിസ് ചെയ്ത വീഡിയോ ആണ്. ഇവിടുന്ന് ചിലപ്പോൾ പല ഭാഗങ്ങളും ഞാൻ അന്ന് എടുത്ത് വെച്ച ആ ഒരു വോയിസ് ആയിരിക്കും നിങ്ങൾ കേൾക്കുക. പക്ഷേ ഇപ്പം ഞാനിത് ഇങ്ങനെ റെക്കോർഡ് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഈ പറഞ്ഞ ഭാഗങ്ങൾ പല സ്ഥലത്തും എൻ്റെ മൈക്ക് എനിക്ക് ചെറുതായിട്ട് പണി തന്നത് കൊണ്ട് തന്നെ എൻ്റെ വോയിസ് പല സ്ഥലത്തും കേൾക്കുന്നില്ല. കുറേ നാളെ മൈക്ക് ഉപയോഗിച്ച് ഓരോ കാര്യങ്ങൾ ചെയ്തിട്ട് അതിനെ കൊണ്ടാന്ന് തോന്നുന്നു മൈക്ക് ചെറുതായിട്ട് പണി പറ്റിച്ചു കേട്ടോ. എനിക്കറിയില്ല ഇതിൻ്റെ പ്രശ്നം ഉണ്ടായിരുന്നു. പിന്നെ വേറൊരു കാര്യം പറയുന്നത്, ഈ ഒരു വീഡിയോ എന്ന് പറയുമ്പോൾ ഈ ഒരു വീഡിയോ എൻ്റെ ഭർത്താവിന് വേണ്ടി മാത്രം ചെയ്തതാണ് കേട്ടോ. ചേട്ടായിക്ക് വേണ്ടി മാത്രമായി എടുത്തിട്ടുള്ള അപ്ലോഡ് ചെയ്യുന്ന ഒരു വീഡിയോ എന്ന് വേണമെങ്കിൽ പറയാം. കാരണം ചേട്ടായിക്ക് വേണ്ടിയുള്ള ഒരു ബർത്ത്ഡേ സർപ്രൈസ് പ്ലാൻ ചെയ്ത് അത് അടിപൊളിയായിട്ട് സക്സസ് ആയതിൻ്റെ ഒരു വീഡിയോ ആട്ടത്. അപ്പോൾ പരിപാടിയും കാര്യങ്ങളൊന്നും ഇവിടെ എല്ലാം നടക്കണത് ഒക്കെ എൻ്റെ ഫ്രണ്ടിൻ്റെ വീട്ടിൽ, സ്വാതിയുടെ വീട്ടിലാട്ടെ നമ്മൾ ഫുൾ പ്ലാൻ ചെയ്തിട്ടുള്ളത്. അവിടെ വെച്ചായിരുന്നു കാര്യങ്ങളൊക്കെ ചെയ്തത്. അപ്പോൾ നമുക്ക് ഇങ്ങനെ വഴിയെ വീഡിയോയിൽ ഞാൻ നിങ്ങൾക്കതെല്ലാം കാണിച്ചു തരട്ടെ, എന്തൊക്കെയാണ് എങ്ങനെയൊക്കെയാണ് നമ്മൾ സെറ്റ് ചെയ്യുന്നുള്ളത്. ഇതിൻ്റെ പിന്നാമ്പുറത്ത് കുറേ ടെൻഷൻ അടിച്ചിട്ടുണ്ട് ഞാൻ. എന്നാൽ പോലും അത് ഞാൻ വിചാരിച്ച പോലെ നല്ല രീതിക്ക് വന്നു. അതിലാണ് ഏറ്റവും വലിയ സന്തോഷം കേട്ടോ. അപ്പം നമുക്ക് ആ കാര്യങ്ങളൊക്കെ ഇനി അതൊക്കെ കാണാം കേട്ടോ. ഇവിടെ ഇപ്പോൾ ഫുഡൊക്കെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക കേട്ടോ. അതേന കട്ട്ലേറ്റ് ഞാൻ ദേ ബലൂൺ വീർപ്പിക്കുന്നു. അങ്ങനെ ചടപടാന്ന് പറഞ്ഞ കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുക കേട്ടോ. ഇപ്പം സ്വാതിയുടെ വീട്ടിലാണ്, പുതിയൊരു അടുക്കളയാണ്. നാണമാവുന്നു സ്വാതിക്ക്. 5:45 മണിയാണ് നമ്മൾ പ്ലാൻ ചെയ്യുന്നത്. അപ്പം ഞാൻ ബലൂൺ വീർപ്പിച്ച് തുടങ്ങിയിട്ടുള്ള അതിൻ്റെ ഡെക്കറേഷൻ ചെയ്യണം, ചെറുതായിട്ട് വളരെ ലേറ്റ് ആയിട്ട് അതൊക്കെ ചെയ്യണം. എന്താവും നോക്കാം. സെപ്റ്റംബർ 8 തീയതി ഞാൻ ഈ വീഡിയോ എടുക്കുക. അന്നായിരുന്നു ഇപ്പോൾ ചേട്ടയുടെ ബർത്ത്ഡേ. അപ്പോൾ അന്ന് ഞാൻ ചെറിയൊരു ഹാർട്ട് ഷേപ്പിലൊക്കെയാണ് ബലൂൺ സെറ്റ് ചെയ്യാനൊരു പ്ലാൻ ചെയ്തത്. ഇതൊക്കെ നമ്മൾ ഇവിടെ നിന്ന് ഇങ്ങനെ വേഡ്സ്. അപ്പോൾ ഞാൻ വേഡ്സ് കുറച്ച് കുറഞ്ഞ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ കയ്യിലുള്ള ബലൂൺ തികയില്ല എന്നൊരു തോന്നലുള്ളത് കൊണ്ട് തന്നെ ഞാൻ ഹാർട്ട് ഷേപ്പ് ഉണ്ടാകൽ പകുതി വെച്ച് അവസാനിപ്പിച്ചു. ഞാൻ ഇങ്ങനെ ഒരു അങ്ങനെ ഇങ്ങനെ ഇല്ലാത്തൊരു ആക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ബാക്കിയുള്ള ബലൂൺസ് കുറച്ചുണ്ടായിരുന്നു. ചിലപ്പോൾ അത് ചെയ്തെങ്കിൽ ഫുള്ള് ലവ് കിട്ടിയേനെ. അത് എനിക്ക് ചെയ്ത് അവസാനിച്ചപ്പോഴാണ് എനിക്ക് മനസ്സിലായത്. അങ്ങനെ നമ്മൾ കട്ട്ലേറ്റ്, സ്പ്രിംഗ് റോള്, മൊഹിത്തോ ഇങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ആയിരുന്നു നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതിൻ്റെ ഇടയിൽ അവരതൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. ഞാനപ്പോൾ ഇവിടേക്കുള്ള ബലൂൺ കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് ഞാൻ കുറേ മനസ്സിൽ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു ഈ വീഡിയോ എങ്ങനെ എടുക്കണം എന്നുള്ളത്. പക്ഷേ ഈ പരിപാടിയുടെ കാലത്താണ് ഇവിടെ ഒരു KPL എന്ന് പറഞ്ഞൊരു ടൂർണമെൻറ്റ്, ക്രിക്കറ്റ് ടൂർണമെൻറ്റ്, എൻ്റെ മുന്നത്തെ വീഡിയോസ് കാണുന്നവർക്ക് മനസ്സിലായിട്ടുണ്ടാവും. ആ ഒരു ഫൈനൽ കറക്റ്റ് അന്നത്തെ ദിവസം വന്നു. പിന്നെ ഈ വരണ ചേട്ടയുടെ ഫ്രണ്ട്സ് ഒന്നും എത്തില്ല എന്നൊരു ഇതായി. ഇപ്പോൾ ഞാൻ ആകെ ടെൻഷനായി. പിന്നെ ഇത് എങ്ങനെയെങ്കിലും നടന്നാൽ മതി എന്നായി. എനിക്ക് എന്ത് ചെയ്യണമെന്ന് യാതൊരു പ്ലാൻ ഇല്ലാണ്ടായി. അതുകൂടെ തന്നെ എൻ്റെ എല്ലാ കിളിയും പറയുന്നു പറയാം. പിന്നെ എന്തൊക്കെയോ കാണിക്കുന്നു, ചെയ്യുന്നു നമ്മൾ. അങ്ങനെയാണ് അവസാനം ഈ പരിപാടി ചെയ്തത് കേട്ടോ. അപ്പോൾ അതേനെ ഇങ്ങനെയാണ് ഞാൻ എൻ്റെ ബലൂൺ ഏറെക്കുറെ ചെയ്തത് കേട്ടോ. അപ്പോൾ ഞാൻ ഇതൊക്കെ ഓൺ വോയിസ് ചെയ്ത സംഭവമാണ്. സെറ്റ് ചെയ്യാമെന്ന് വിചാരിക്കുന്നു. ഒരു 4:30 5:45 ആൾക്കാർ എത്തി തുടങ്ങും. എന്ന് വെച്ച് കഴിഞ്ഞാൽ ചേട്ടൻ്റെ ഫ്രണ്ട്സ്, പിന്നെ ഇവിടെ ഉണ്ടായ ടൈമിൽ ഏറ്റവും അടുപ്പുള്ള ചേച്ചിമാര്, അങ്ങനെ. പക്ഷെ ഇതിൽ കുറച്ച് പേര് മിസ്സിങ് ഉണ്ട് കേട്ടോ. സച്ചിൻ ചേട്ടൻ, പ്രശാന്ത് സാറ്, വിനോദ് സാറ് ഒക്കെ മിസ്സിങ്. പിന്നെ സാന്ദ്ര, അഭിഷാഖേട്ടൻ, ചെയ്യാൻ അവരൊക്കെ ഇതിൽ മിസ് ചെയ്യും ഞങ്ങള്. അതിന് ഇത്ര പേരായിട്ടായിരുന്നു ഞാൻ പ്ലാൻ ചെയ്തിട്ടുണ്ടായില്ലേ. പക്ഷെ ഇതിൽ പലരും നാട്ടിലാണ്. പിന്നെ വരാൻ പറ്റാത്ത കുറച്ച് അവസ്ഥകളൊക്കെ കാരണം എത്താൻ പറ്റില്ല. അപ്പൊ നമുക്കുള്ളവരെ വെച്ചിട്ട് ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്യാം. ഇവിടെ TV വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല ശബ്ദം കേട്ടോ. എല്ലാവരും TV കണ്ടിരിക്കുക. ശേഷം പരിപാടീസൊക്കെ കഴിഞ്ഞു. ഞങ്ങളുടെ മൊഹിത്തോ ഉണ്ടാക്കാണ്. മൊഹിത്തോടെ എങ്ങനെയാണ് ഉണ്ടാക്കണതെന്ന് അറിയില്ല. സിറപ്പൊക്കെ മേടിച്ചിട്ടുണ്ട്, പക്ഷെ എങ്ങനെ ഉണ്ടാക്കേണ്ടതെന്ന് അറിയില്ല. ഒരു പരീക്ഷണം അത്രമാത്രം. അപ്പം നമ്മൾ ഗ്ലാസ്സൊക്കെ നിരത്തി വെച്ച് കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്യണം. അപ്പോൾ കൊടുക്കാറാകുമ്പോൾ ജസ്റ്റ് എന്തെങ്കിലും 7 സ്പ്രൈറ്റ് ഒഴിച്ച് കൊടുത്താൽ മതിയല്ലോ. അപ്പം അതിനുള്ള കാര്യങ്ങളാണ്. എന്നെ ഹെൽപ്പ് ചെയ്യാൻ ഇവിടെ സാന്ദ്ര വന്നില്ലേ, സ്വാതി ആഗ്രഹിച്ചിട്ടുണ്ട്. ഒരാട്ട് എന്നെ ഹെൽപ്പ് ചെയ്യുന്നത്. ഇപ്പോൾ സമയം ഇനിയിപ്പോൾ 5 ചേട്ടൻ ഒരാഴ്ച കഴിഞ്ഞ് ഞങ്ങളുടെ ഡയറ്റ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇനി അടുത്ത വെടിക്കെട്ട് അന്നാണ്. മൊയ്ത്തൊക്കെ ഞങ്ങളത് ഒഴിച്ച് വെച്ചിട്ടുണ്ട്. ഇനി കുടിക്കുമ്പോൾ അറിയാം ഇത് മൊയ്ത്തായോ അതോ നാരങ്ങ വെള്ളമായോ എന്തായെന്ന് ഇനി അപ്പം അറിയാം. അപ്പോൾ നമ്മളിനി അടുത്തത് ചേട്ടനെ വിളിക്കണ ഒരു പരിപാടിയാണ്. ചേട്ടനെ വിളിക്കാൻ ആൾക്കാരൊക്കെ ഒരു 5:45 എത്തും. 6 മണിക്കാണ് നമ്മൾ പ്ലാൻ ചെയ്യുന്നത്. ചേട്ടായിക്ക് ഇതുവരെ സംശയങ്ങളൊന്നുമില്ല.
ഇനി എന്തെങ്കിലും സംശയങ്ങളുണ്ടോയെന്ന് പരിപാടി കഴിയുമ്പോൾ അറിയാം. അന്ന് ഞാൻ ശശി. എന്തായാലും സംശയം ഉണ്ടാവില്ലെന്ന് വിചാരിക്കണോ. ഇതൊന്നും ചേട്ടാ ഇത്രയും ആൾക്കാരെ വിളിച്ച് നടത്താനും ചേട്ടായിക്ക് യാതൊരു ഇതുണ്ടാവില്ല. എനിക്ക് അത്യാവശ്യം നല്ല ടെൻഷനുണ്ട്. ചേട്ടാ ഈ വീഡിയോ കാണുമ്പോഴേ ഇത് കഴിഞ്ഞിട്ട് തന്നെ ചീത്ത പറയില്ലേ. ഒരു രസത്തിനും സന്തോഷത്തിനും ചെയ്യണമെന്ന് മാത്രമല്ലേ. ഓക്കെ, അപ്പോൾ നമുക്ക് സെറ്റ് ചെയ്തിട്ട് ഇനി ബാക്കിയുള്ള കാര്യങ്ങളാണ്. ഇതാട്ടോ ഞാൻ നേരത്തെ പറഞ്ഞത് സ്പ്രിംഗ് റോൾ. ഇത് നമ്മൾ വീട്ടിൽ നിന്ന് ഉണ്ടാക്കി കൊണ്ടുപോകുന്നതാട്ടോ. അപ്പം എന്നെ ആഗ്രഹിച്ചാണ് ഇത് ഉണ്ടാക്കാനായിട്ട് ഫുള്ള് ഹെൽപ്പ് ചെയ്തത്. സത്യത്തിൽ ഞാൻ ജസ്റ്റ് ഒരു അസിസ്റ്റൻ്റായിട്ട് കട്ട് ചെയ്യാൻ നിന്നു എന്നത് മാത്രം ചെയ്തുള്ളൂ. ബാക്കി എല്ലാ കാര്യങ്ങളും എന്നെ ആഗ്രഹിച്ചോട്ടെ ഈ കൈ ഉണ്ടാക്കാൻ വേണ്ടി ഹെൽപ്പ് ചെയ്തു. അപ്പോൾ നമ്മൾ സാധനങ്ങളൊക്കെ മേടിച്ചു. അത് കഴിഞ്ഞ് ചേച്ചിക്ക് ഞാൻ റെസിപ്പി കാണിച്ചു കൊടുത്തപ്പോൾ ചേച്ചി എനിക്ക് അതുപോലെ ചെയ്തു തന്നു കേട്ടോ. പിന്നെ അതുപോലെ തന്നെ സ്വാതി ആട്ടോ ഇങ്ങനെ കട്ട്ലേറ്റൊക്കെ ചെയ്ത് തന്നത്. പിന്നെ മൊഹിത്ത് നമ്മളെല്ലാവരും കൂടി അവിടെ നിന്ന് നമ്മൾ പെട്ടെന്ന് സെറ്റ് ചെയ്യുന്നു ചെയ്തത്. അപ്പോൾ അതേ കാര്യങ്ങളൊക്കെ ഏറെക്കുറെ റെഡി ആയിരുന്നു. അപ്പോൾ ചേട്ടനെ വിളിക്കണ ആ ഒരു പരിപാടി എനിക്കായിരുന്നു കേട്ടോ ഉണ്ടായിരുന്നത്. ഇനിയിപ്പോൾ ചേട്ടനെ വിളിക്കണം, എന്താവുന്നൊന്നും അറിയില്ല, നോക്കണം. ഈ ഒരു കാര്യം ചേട്ടായി ചിലപ്പോൾ ഇപ്പോഴാവും അറിയാൻ ചാൻസസ് കൂടുതൽ. ഞാൻ ചേട്ടായിനെ എനിക്ക് വീട്ടിൽ നിന്നൊരു സാധനം എടുത്ത് കൊണ്ടുതരണം, ഇങ്ങോട്ട് കൊണ്ടുപോകാന്നുള്ള രീതിയിലാണ് ഞാൻ ഈ ഒരു കാര്യം ചേട്ടായിനെ വിളിച്ച് പറഞ്ഞത്. അതിൻ്റെ ഫുൾ ഐഡിയ സച്ചു ചേട്ടനായിരുന്നു, ചേട്ടയുടെ ഫ്രണ്ടിൻ്റെ ആയിരുന്നു കേട്ടോ. അങ്ങനെ ഒരു 6 മണി കഴിഞ്ഞ് 6:15 ഏറെക്കുറെ എല്ലാവരും എത്തിയിട്ട് അപ്പോഴാണ് ചെറുതായിട്ട് എൻ്റെ കിളി പോണത് രണ്ടാമത്തെ ഒരു സംഭവം കണ്ടത്. ചേട്ടയുടെ ഫ്രണ്ട്സൊക്കെ കൂടി ചേട്ടായിക്ക് നല്ല ഇട്ടിൻ്റെ പണി. ഞാൻ അവിടെ ചുമരുമ്പോൾ ചാരു നിപ്പ് നിന്ന് ദൈവമേ ഇനി അടുത്തത് ഇനി ഇത് കാണും എന്താവുന്നു. നമ്മുടെയൊക്കെ പണ്ടത്തെ ഫോട്ടോസ് നമുക്കറിയാം എത്രത്തോളം നമ്മൾ ഓരോ വർഷം മാറിപ്പോവും. നമ്മുടെ ബാക്കിലോട്ടുള്ള ഫോട്ടോസ് കാണുമ്പോൾ നമുക്ക് ദൈവമേ എന്താവുന്നൊരവസ്ഥ. അതുപോലത്തെ കുറച്ച് ഫോട്ടോസ് എടുത്ത ഒരു ഫ്ലെക്സ് ഒക്കെ അടിച്ച് കുറച്ച് രസകരമായ സംഭവങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ടാ. പിന്നെ ഇതാണ് കേക്ക്. ഈ കേക്കും ഞാൻ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയതാട്ടാ. ഇനി കാണാൻ പോണ കാര്യങ്ങളൊക്കെ ഞാൻ എൻ്റെ മൈക്കിൽ അന്ന് റെക്കോർഡ് ചെയ്ത കാര്യങ്ങളാട്ടാ. പിന്നെ ഞാൻ വേറെ വോയിസും കാര്യങ്ങളൊന്നും കൊടുക്കുന്നില്ല. ഇനി എല്ലാം നമ്മൾ എന്താണോ ഉള്ളത് അതുപോലെയുള്ള വീഡിയോസാണ് ഞാൻ കളിക്കുന്നത്. പിന്നെ വേറൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൽ എഡിറ്റിങ് ഞാൻ വളരെ കുറവാണ് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ടാണ് ഇത്രയും ലെങ്ത് വീഡിയോ കേട്ടോ. അപ്പം നമുക്കിനി ബാക്കി കാര്യങ്ങളൊക്കെ ഇനി കാണാം എന്തൊക്കെയാണ് അവിടെ സംഭവിച്ചതെന്നുള്ളത് കേട്ടോ. എന്തെങ്കിലും എന്തായാലും ഒരാൾ തുറക്കണം. അത് ലോക്ക് ചെയ്ത് വെച്ചാൽ ഇവിടെ നോക്കും ചേട്ടാ. പൊട്ടണേ എവിടെ തലയെ കൊടുക്കട്ടാ ലൈറ്റ് ഓഫ് അയ്യോ ലൈറ്റ് ഓഫ് ചെയ്യണ്ടേ? അയ്യോ ഐശിണ്ട് എടുക്കണം നിനക്ക് എടുക്കണം.
ആരുടെ കത്തി കൊടുക്കുന്നേ चले कुठं चाललाय कुठं बाई काही कुठं कुठं നമുക്ക് കൊടുത്തേ പറഞ്ഞ അവള് പറഞ്ഞ എന്താ അറിയോ ഇങ്ങനെ ജസ്റ്റ് ഇങ്ങനെ മുറിച്ച് വെക്കാന്നാ പറഞ്ഞ മനുക്കുട്ട എന്താ വിഷ്ണുവിനെ പറ്റിട്ട് രണ്ട് വർത്താനം പറഞ്ഞ ലച്ചുലേക്ക് വായ കഴുക് ചേട്ടായി അത് പോകുന്നില്ല ചേട്ടായി അത് പോകുന്നില്ല മക്കളിപ്പം കഴിയണ്ട അമ്മ പിന്നെ കഴിച്ചു
ഇത് എന്ത് കളർ കൂട്ടുകാരൻ കുട്ടാ ചേട്ടൻ ചേട്ടായി കണ്ണാടി നോക്കിയേ എന്റെ ഭർത്താവിന് മോതൊന്നും പോടില്ല. ഇനി ശ്രീകൃഷ്ണ ജയന്തി കഴിഞ്ഞിട്ട് മാറ്റാൻ മതി. അതുവരെ കണ്ണൻ നീലേ. ഓണത്തിന് ഇത് കൃഷ്ണനില്ല, അല്ലെങ്കിൽ കുഴപ്പമില്ലായിരുന്നു. ഇത് കൊടി ഇതിലേ പോളു കള്ളത്. ചിക്കനാ അടുത്ത നമ്മൾ ഫുഡ് കൊടുക്കാം കേട്ടോ. ഫസ്റ്റ് കൊടുത്ത ഫുഡ് എന്താ ചേട്ടായി ചേട്ടായി പറയണ സെറ്റാണോന്ന്. തന്ന ഗിഫ്റ്റ് കൂട്ടുകാരനെ കൊണന്ന ഗിഫ്റ്റ് തിരിച്ചു കൊണ്ടുപോകുന്ന ഫ്രണ്ട്. ഒരു ചെറിയ പീസ് കട്ട് ചെയ്തിട്ട് ബാക്കി ഒക്കെ എടുത്തുകൊണ്ടാണ്. ഞാൻ കണ്ടിട്ടില്ലേ. നമ്മൾ പിന്നെ ഇറങ്ങുമ്പോഴേക്കും നമ്മുടെ എല്ലാ ഫോട്ടോസും ഫ്രെയിം ചെയ്ത് കിട്ടും. സച്ചി ചേട്ടന്റെ ഗിഫ്റ്റ് കൊള്ളാല്ലേ. അതെന്റെ ഫേസ്ബുക്കിൽ നിന്നാന്ന് തോന്നുന്നു കേട്ടോ, യൂട്യൂബിൽ നിന്ന് എടുത്തതാട്ടാ. ഇന്നലെ മേടിച്ചു തന്നു. യോയോ ഇതൊക്കെയാട്ടോ ചേട്ടയുടെ ബർത്ത്ഡേക്ക് കിട്ടിയ ഗിഫ്റ്റുകൾ. ചില ഗിഫ്റ്റുകൾ വീഡിയോ എടുത്തിട്ടില്ല. അപ്പോൾ ഇങ്ങനെയൊക്കെ ആയിരുന്നു കുഞ്ഞു കുഞ്ഞു ഗിഫ്റ്റുകളായിട്ടും എല്ലാം ചേട്ടായിക്ക് ഇപ്പം ഞാനായിട്ടും ഫ്രണ്ട്സായിട്ടും എല്ലാവരായിട്ടും കൊടുത്തിട്ടൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ഭയങ്കര രസമായിരുന്നു. പിന്നെ വേറൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു പരിപാടിക്ക് ഞാൻ കുറച്ച് മണിക്കൂർ, ഞാനല്ല ചേട്ടയുടെ ഫ്രണ്ട് സച്ചു ചേട്ടൻ വഴി ചേട്ടയുടെ കുറച്ച് ഫ്രണ്ട്സുകളൊക്കെ നമ്മൾ മണിക്കൂറുകൾക്ക് മുമ്പായിട്ട് വിളിച്ചത്. നമ്മൾ അങ്ങനെ വിളിച്ചതിന് ഒറ്റ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ വഴി ചേട്ടാ ഈ സർപ്രൈസ് അറിയാതിരിക്കാൻ വേണ്ടി, ചിലപ്പോൾ ഫ്രണ്ട്സുകൾ വഴി സംസാരിക്കുന്ന അറിയാണ്ട് പറഞ്ഞു പോയാലോ എന്ന് വിചാരിച്ചിട്ട് നമ്മളതൊക്കെ ഹൈഡ് ചെയ്ത് വെച്ചിട്ട് കുറച്ച് നേരം മുമ്പാണ് പറഞ്ഞെങ്കിൽ പരിപാടി നിങ്ങൾ എത്തണം എന്നുള്ള രീതിയിലിട്ട് അങ്ങനെ അവരൊക്കെ എത്തിയിട്ടുണ്ടായിരുന്നു. എല്ലാവരോടും ഭയങ്കര താങ്ക്സ് ഉണ്ട്. അതുപോലെ തന്നെ എന്താ പറയുക, ഭയങ്കര ഹാപ്പിയാണ് ഈ വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്യുമ്പോൾ കേട്ടോ. ഇങ്ങനൊരു സംഭവം ഞാൻ ഇതുവരെ ചെയ്തിട്ടില്ല. ഇനി ഇങ്ങനെ ഒരു സർപ്രൈസ് ചെയ്യാൻ പറ്റുമോ എന്നൊന്നും അറിയില്ല. എന്നാൽ പോലും ഈ ഒരു വീഡിയോ എനിക്ക് അപ്ലോഡ് ചെയ്യുമ്പോൾ ഞാൻ വീണ്ടും പറയാണ് ഭയങ്കര ഹാപ്പിയാണ്. അപ്പം നമുക്ക് വേറെ വീഡിയോയിൽ കാണാമല്ലേ. അപ്പോൾ വേറെ വീഡിയോയിൽ കാണാം. അപ്പോൾ അതുവരെ എല്ലാവർക്കും ബൈ.